ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ വളർത്തു നായയെ പുറത്തുനിന്നുള്ള തെരുവ് നായകൾ ആക്രമിക്കുകയോ വളർത്തു നായകൻ തെരുവ് നായകൻ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ നമ്മളെ റാണിപ്പെണ്ണ്, ഇവിടുത്തെ മഹാറാണി മതിൽ ചാടി ഒരു ഡോഗിൻ്റെ മുമ്പിൽ ചെന്ന് ചാടി കൊടുത്ത്, തെരുവ് നായയുടെ മുമ്പിൽ ചെന്ന് ചാടി. അപ്പോഴത് അവളെ പുറത്ത് ചാടി വീണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ ഒരു മാസത്തോളം ഇവളെ കെയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ജിമ്മിക്കുട്ടഞ്ഞി വന്നേ. കീക്കു മണിക്കുട്ടി എന്താ വിളിച്ചപ്പോൾ ആ ചെറുക്കനെ ഉപദ്രവിക്കാൻ ചെന്നതാ അവൾ. അത് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഒന്നും അറിയാത്ത കള്ള ലക്ഷണത്തിൽ കിടക്കുന്നുണ്ടോ. ഇത്രയും കള്ളത്തവ ഉള്ള ഒരു പെങ്കൊച്ചിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കളി ഉണ്ടാ അവളെ പറയുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവന് ഉപദ്രവിക്കണമെന്ന് തുടങ്ങുള്ളൂ. താഴെ 4 പേരേ ജിമ്മി, മണിക്കുട്ടി, റാണി, തുമ്പി. ബാക്കി 4 പേര് ബാക്കിലാണ്. തുമ്പി കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ താഴെ ഇങ്ങനെ ആക്കിയിരിക്കും. അത് ഒരാഴ്ച കൂടെ താഴെ ആക്കിയിരിക്കണം. സ്റ്റിച്ചൊക്കെ ഒരു ഇതെല്ലാം ഉണങ്ങി. ഇപ്പോൾ അവളിങ്ങനെ പുറത്തൊക്കെ ഡോക്ടർ പറഞ്ഞു പുറത്ത് കളിക്കാൻ വിടാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇമ്മിക്കുട്ടാ ഞങ്ങളെ മാവ് കണ്ട മാവെല്ലാം ഇങ്ങനെ താന്നിറങ്ങിയത്. അവൾ തണൽ കൂട് ഫുൾ തണലിലായിരിക്കുന്നത്. AC കണക്കാണ് ഇവർക്കിപ്പോൾ കൂട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തെരുവ് നായ നമ്മളെ വളർത്തുന്ന നായയെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സലൈവ, അതായത് ഉമിനീര് എന്തെങ്കിലുമൊക്കെ ഇവരുടെ വളർത്തുനായയുടെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇവരെ കൊണ്ടുപോയി വാക്സിൻ എടുപ്പിക്കണം. അതിപ്പോൾ നമ്മളെ വളർത്തുനായാകുമ്പോൾ നമ്മൾ വർഷം 100 വാക്സിൻ എടുക്കുന്നതായിരിക്കും. പക്ഷേ ആ വാക്സിൻ എടുക്കുന്നത് മാത്രം പോരാ. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഉടനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു 5 ഇഞ്ചക്ഷൻ അവർക്ക് എടുക്കണം. അത് 28 ദിവസങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത്. ഞങ്ങൾക്ക് റാണിക്ക് വേണ്ടിയിട്ട് വാക്സിനേഷൻ എടുത്തപ്പോൾ ഹോസ്പിറ്റലിൽ തന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. തെരുവ് നായയുടെ ആക്രമണം ഉണ്ടാവുകയോ കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ എന്താണ് നമ്മളെ വളർത്തുനായക്ക് എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പം ഇതറിയാത്ത ഒരുപാട് പേര് കാണുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഇവിടെ 2 പേരും കൂടെ കളിച്ച് ഇപ്പം നോക്കിക്കോ. തുമ്പി ആ കീക്കു ആണെങ്കിൽ ഭയങ്കര കുരുത്തക്കട. കീക്കു ഞാൻ അത് തുമ്പി ചേച്ചിയോട് അധികം കളിച്ചുകൂടി. ഇഞ്ഞി വാ ദേ കീക്കു ഇപ്പം ഞാൻ കൊമ്പെടുക്കും. ഇന്ന് കൊമ്പെടുത്ത് അടിച്ച് നിന്നെ ഞാൻ ശരിയാക്കും. ഓടിയൂടാ കളിപ്പെണ്ണേ, ബാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇഞ്ചക്ഷൻ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളും ഇത് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. കാരണം ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി നമ്മളും ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് 3 മാസം ആയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എടുക്കേണ്ടി വന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. അതായത് വേണ്ട കുരുത്തക്കേടാ അതിനകത്തൊരു കയറിടുന്നത്. കീക്കുവിൻ്റെ കാര്യം കൊണ്ട് തോറ്റി. മണിക്കുട്ടി ഞാൻ വിളിക്കുമ്പോൾ അനങ്ങാതെ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. എടുത്തു കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞാൽ, അത് ഡോക്ടർ 30 ദിവസമാണ് പറയുന്നത്. 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവരെ മറ്റുള്ളവരുടെ കൂടെ അഴിച്ചു വിടാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ 35 ദിവസത്തെ പ്രിക്കോഷൻ എടുത്തു കേട്ടോ. റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 35 ദിവസം ഈ റാണിപ്പന്നിനെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കൂട്ടിലിട്ടിരുന്നു. ഇല്ലേ കളി ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ വന്നത് ഞങ്ങൾക്ക് ഡോക്ടർമാർ നൽകിയ ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അവർക്ക് മുറിവുണ്ടാകണമെന്ന് തന്നെ ഇല്ല. മുറിവില്ലെങ്കിലും ഡോക്ടേഴ്സ് പറയുന്നത് അവരുടെ ഉമിനീര് ഇവരുടെ വായിലോ നാക്കിലോ പോയാൽ പോലും ഇത് പ്രശ്നമാണ്. ഇവർ എങ്ങാനും പുറത്തു പോവുകയോ എന്തെങ്കിലും രീതിയിൽ തെരുവ് നായായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോയി വാക്സിൻ എടുത്തിരിക്കണം. അതിനോടൊപ്പം മണിക്കുട്ടി തന്നെ നമുക്കും വാക്സിൻ എടുത്തിരിക്കണം കേട്ടോ. 2 പേരും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ മടിയിൽ കിടക്കാൻ പോവുക ഒരുത്തി. ഞാനമ്മ
ഞാനാ ആ പെണ്ണ് ഭയങ്കര സാധനമാണ് മോൻ അവളുടെ അടുത്ത് പോകണ്ട കേട്ടാ. ആ കീക്കു ഭയങ്കര സാധനമാണ്. ഇതെന്തോ ഇവിടെ കാണിക്കുന്നേ? നിന്റെ വീഡിയോ എന്നെ എടുക്കുന്നത്, നിന്നെ പറ്റി തന്നെ പറയണത്. തടവാൻ വേണ്ടിട്ടോ, തടവി കഴിയുമ്പോഴത്തേക്കും അങ്ങ് നിർത്തിക്കോളും. കണ്ടാ, തടവാൻ വേണ്ടിയിട്ടാ. തടവുമ്പോൾ അവളങ്ങ് നിർത്തും. എന്തോ പഴത്തൊലി എടുത്തുകൊണ്ട് വെച്ച് കടിക്കുന്നു. ആ മതി, എനിക്ക് ജോലിക്ക് പോകണം, സമയമില്ല. എണീര് റാണമ്മ. അയ്യപ്പോ എണീര് കള്ളി പെണ്ണേ. നാനി വാ, എണീര് വാ. ഡോഗ്സ് വീട്ടിൽ നിന്ന് ഒരാഴ്ച അല്ല 2-3 ദിവസമൊക്കെ പോയിട്ട് പിന്നീട് കിട്ടുന്ന സാഹചര്യങ്ങൾ മിക്ക ആൾക്കാരും അതിന് വാക്സിൻ എടുക്കുക, ഡോക്ടറെ കാണിക്കുകയൊന്നും ചെയ്യാറില്ല. അത് ഭയങ്കര റിസ്ക്കാണ്. അവർ പുറത്ത് നമ്മളില്ലാതെ വീട് വിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്തായാലും അവരെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ പാലിക്കണം. അവർക്ക് വാക്സിനേഷൻ എടുത്തിരിക്കണം, അത് മസ്റ്റാണ്. അത് നായയെ നമ്മൾ പരിചരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഗ്ലൗസ് വേണം. അവരുടെ പാത്രങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഒരു അറിവ് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചിരിക്കാമെന്ന് കരുതി ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്, കാരണം എനിക്ക് ഷോപ്പിൽ പോകാൻ സമയം, ഉച്ച സമയത്ത് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ജിമ്മിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഉറക്കം വരുന്നുണ്ട്. അതപ്പോൾ ഒരു പ്രാവശ്യം കൂട്ടിൽ കയറിയിട്ട് ഇപ്പം തിരിച്ചിറങ്ങി നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ബൈ പറഞ്ഞേ. ഒരു ചിരിച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഞങ്ങളെ 1 മാസമായിട്ട് വിഷമിപ്പിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട്. മോനെ, ആ പെണ്ണുമായിട്ട് കൂട്ടൊന്നും കൂടണ്ട കേട്ടാ. എൻ്റെ ജിമ്മി പൊന്ന് കേക്കൂ. തുമ്പിയേ, ബാക്കിയുള്ളവരെല്ലാം മുകളിലാണ്. എനിക്കിപ്പോൾ അങ്ങോട്ട് കയറി പോകാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ചില സമയങ്ങളിൽ എൻ്റെ വാക്കുകൾ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.